നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. അടുത്ത ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീം നേരിട്ട് നോക്കൗട്ട് സ്റ്റേജിലാണ് എന്ന് പറഞ്ഞാൽ ടീം ഇന്ത്യയും പാകിസ്ഥാനും ശ്രീലങ്കയും ബംഗ്ലാദേശും നേരിട്ട് ക്വാർട്ടർ ഫൈനലിലാണ് കളിക്കുക. അതേസമയം അഫ്ഗാൻ, ജപ്പാൻ, നേപ്പാൾ എന്നിവർ പ്രിലിമിനറി റൗണ്ടിലെ ഗ്രൂപ്പ് എയിലാണ്. ഗ്രൂപ്പ് ബിയിൽ ഹോങ്കോങ്, മലേഷ്യ, ഒമാൻ ടീമുകളുണ്ടാവും. അപ്പോൾ അതിൽ നിന്നും മാറ്റുരച്ച് വരുന്നവരാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കും ബംഗ്ലാദേശിനുമെതിരെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ കളിക്കേണ്ടത്. അതാണ് ഈ ഒരു ഏഷ്യൻ ഗെയിംസ് ടൂർണമെൻറ്റിലെ പുരുഷ വിഭാഗത്തിലെ മത്സരങ്ങളുടെ ഒരു ഷെഡ്യൂൾ. വളരെ കൃത്യമാണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് കാര്യം വ്യക്തമായും തോന്നുന്നു. അതായത് ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക ടീമുകൾ നേരിട്ട് ഡയറക്റ്റ് എൻട്രിയാണ് നോക്കൗട്ടിലേക്ക്. അഫ്ഗാനും, ഹോങ്കോങ്ങും, ജപ്പാനും, മലേഷ്യയും, നേപ്പാളും, ഒമാനും ഒക്കെ ഫസ്റ്റ് റൗണ്ട് കളിച്ച് അതിൽ നിന്ന് ജയിച്ചിട്ട് അതിൽ നിന്നുള്ള 4 ടീമുകൾ, ഓരോ ഗ്രൂപ്പിൽ നിന്ന് 2 വീതം ടീമുകളായിരിക്കും പിന്നെ ക്വാർട്ടർ ഫൈനൽ ഏറ്റുമുട്ടുക. ഇത് പുരുഷ വിഭാഗത്തിൽ ഇങ്ങനെയാണ്. അതേസമയം വനിതാ വിഭാഗത്തിലെ ടൂർണമെൻറ്റ് നേരിട്ട് ക്വാർട്ടർ ഫൈനൽ ഫിക്സറായിട്ടാണ് തുടങ്ങുന്നത്. ഇന്ത്യ ജപ്പാനെയും ബംഗ്ലാദേശ് ചൈനയെയും ശ്രീലങ്ക മലേഷ്യയെയും പാകിസ്ഥാൻ തായ്ലൻഡിനെയും നേരിട്ടുകൊണ്ടാണ് ആ മത്സരങ്ങൾ നേരിട്ടങ്ങ് ആരംഭിക്കുക. ഏതായാലും ഇപ്പോൾ ഇവിടെയുള്ളൊരു കൺഫ്യൂഷൻ ഇന്ത്യക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഏകദിന മത്സരങ്ങളുടെ ഷെഡ്യൂളും ഈ ഒരു ഏഷ്യൻ ഗെയിംസിലെ മത്സരങ്ങളുടെ ഷെഡ്യൂളും തമ്മിൽ ക്ലാഷ് ആവുകയാണ്. കൃത്യമായി പറഞ്ഞാൽ മെൻസ് ഏഷ്യൻ ഗെയിംസ് മത്സരങ്ങൾ സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 1 വരെയാണ്. ഇന്ത്യ ഫുൾ ടീമിനെ തന്നെയാണ് ഏഷ്യൻ ഗെയിംസിന് അയക്കുന്ന കാര്യം ഓർക്കുക. അതേസമയം തന്നെ സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 3 വരെയാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ODI മത്സരങ്ങളുള്ളത്. അപ്പോൾ ഈ ഫുൾ ടീമിനെ അയക്കുന്നത് കൊണ്ട് തന്നെ ചില സൂപ്പർ താരങ്ങൾ ഏകദിന സ്ക്വാഡിൽ ഉണ്ടാവില്ല വെസ്റ്റ് ഇൻഡീസിനെതിരെ പരമ്പര കളിക്കാൻ എന്നർത്ഥം. അപ്പോൾ ചില ന്യൂ ഫേസുകളെ നമുക്ക് ODIയിൽ കാണാൻ സാധിച്ചേക്കും. അത് മാത്രമാണ് ഒരു പോംവഴിയായിട്ടുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.